സിനിമാ ഭ്രാന്തൻ ആൻഡ് വെൽക്കം ടു ഓണം സ്പെഷ്യൽ എപ്പിസോഡ്. ഒരു 4:30 ഓണം. സിനിമാപ്രാന്തം കണ്ടുപിടിക്കുന്ന ഗെയിമുകളെ അല്ലേ? സിനിമാപ്രാന്തം കണ്ടുപിടിക്കുന്ന ഒരു പുതിയ ഗെയിം അല്ല അല്ലേ? വേലി നാടുവാഴും കാലം നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നത്. പിന്നെ അല്ല കാര്യമായിട്ട് നിങ്ങൾ ചിരിക്കണം. ഷോ അല്ലേ, ക്യാമറ ഒക്കെ ഉണ്ട്, അപ്പൊ ചിരിച്ചിരിക്കണ്ടേ. കൊള്ളാം. ഒരു ആക്ടർ ഇപ്പൊ ഇങ്ങനത്തെ ഒരു റോള് കിട്ടിയാ ചെയ്യില്ലേ? ഞാൻ പൈസ ഒന്നുമില്ല സംഭവമാണ് ഞാൻ കൃഷ്ണനോട് ചോദിക്കും, ഈ സമയത്ത് ശംഭുവിനെ പറ്റിയിട്ട് ഞാൻ മൂങ്ങയെടുത്തോണ്ട് പോകട്ടെ. ഭയങ്കര നമ്മള് എല്ലാവരും സീരീസ് ഒക്കെ നമ്മള് ചെറിയ സ്ക്രീനിൽ ടിവിയിലൊക്കെ തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ സീരീസുകളാണെങ്കിൽ എല്ലാം തന്നെ. എന്നാലും നമ്മുടെ ഒരു അത്യാഗ്രഹം പറഞ്ഞാണ്. അതൊക്കെ അത്യാഗ്രഹമാകും. പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ. കാരണം എന്റെ സിനിമ വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ ആൻഡ് വെൽക്കം ടു ഓണം സ്പെഷ്യൽ എപ്പിസോഡ്. ഒരു 4:30 ഓണം. അപ്പൊ നമ്മുടെ കൂടെ നിന്നുള്ളത് 4 സംഘത്തിന്റെ ടീമാണ്. കാസ്റ്റ് 4 സംഘം ഫുൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ നല്ല വിശേഷം, അടിപൊളി. ഓണമൊക്കെ എത്തി. ഓണത്തോടനുബന്ധിച്ച് തന്നെയാണ് 4 സംഘത്തിന്റെ റിലീസ് ഒക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയുണ്ട്? ഫുൾ റിലീസും കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു? ഗംഭീര നല്ല റെസ്പോൺസാണ് നമുക്ക്. ഈ ഒരു ഫെസ്റ്റിവൽ സീസണിലും ആൾക്കാർ ഒരുപാട് സിനിമകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആൾക്കാരുണ്ട്. പക്ഷെ ആൾക്കാർ അത് ഭയങ്കര നല്ലതായിട്ട് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഭയങ്കര സന്തോഷം. ഈ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളാണെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് ഓവർവെൽമിംഗ് ആണ്. നമ്മുടെ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രിവ്യൂവിൽ ഒരുപാട് പേര് വന്നു. അപ്പം തിയേറ്ററിൽ നമ്മൾ ഫസ്റ്റ് 3 എപ്പിസോഡ്സ്, പക്ഷെ അത് കണ്ട് ഒരുപാട് പേര് അതൊരു ബാക്കിയും കൂടി തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന് പറയുന്ന ആൾക്കാർ. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ OTTക്ക് വേണ്ടി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു സ്പെസിഫിക്കേഷൻസിലൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനിൽ, വലിയ സ്ക്രീനിൽ തന്നെ കാണുമ്പോഴാണ്. അപ്പൊ അത് മിസ് ചെയ്യുന്നതിന്റെ ഒരു വിഷമം പലരും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് തിയേറ്ററിൽ തന്നെ കാണണമെന്നുണ്ടായിരുന്നോ? പിന്നെ തീർച്ചയായും കാരണം ആ വലിയ സ്ക്രീനിൽ നമ്മൾ ഇത് എടുക്കുന്നത് ചെറിയ സ്ക്രീനിന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. അപ്പൊ നമ്മളുടെ ഫ്രെയിമിങ് ആണെങ്കിലും എല്ലാം ചിലപ്പോൾ അതിലെ ഫൈറ്റും അല്ലെങ്കിൽ അതിലൊരു ചേസ് ഉണ്ട്, അങ്ങനെ കുറെ വലിയ വലിയ നല്ല സീക്വൻസസ് ഉണ്ട്. ആ സീക്വൻസസ് എല്ലാം നമ്മൾ ചെറുതായിട്ട് കാണുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് ആ ഫീല് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോകും. ബട്ട് സ്റ്റിൽ നമ്മൾ എല്ലാവരും സീരീസ് ഒക്കെ നമ്മൾ ചെറിയ സ്ക്രീനിൽ ടിവിയിലൊക്കെ തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇന്റർനാഷണൽ സീരീസുകളാണെങ്കിൽ എല്ലാം തന്നെ. എന്നാലും നമ്മുടെ ഒരു അത്യാഗ്രഹം പറഞ്ഞാണ്. അല്ല, വലിയ സ്ക്രീനിൽ കാണുന്നതിന്റെ സുഖം വേറെ തന്നെയാണ്. പക്ഷെ ഫെസ്റ്റിവൽ സീസണിൽ ഒരു റിലീസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും വലിയൊരു കാര്യമാണല്ലോ. അവിടെ ഇപ്പം എനിക്ക് സിനിമയും സീരീസും ഒക്കെ ഏകദേശം ഒരേ രീതിയിൽ പ്രേക്ഷകരും ട്രീറ്റ് ചെയ്ത് പോകുന്ന ടൈം കൂടാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ തന്നെ ഈ സമയത്ത് വെബ് സീരീസ് ഇത് മാത്രമല്ലല്ലോ. മാത്രമല്ല സീരീസ് നമുക്ക് എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാണാം. അണിഞ്ഞൊരുങ്ങി ഒന്നും തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടില് ക്രിക്കറ്റ് കാണാവുന്ന ഒരു സാധനം. അതെ. നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ഈ 4 സംഘം എന്ന് പറയുന്നത്? ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കാണുന്നുണ്ട്, ഇപ്പൊ പ്രൊമോഷൻ ടൈമിലുള്ള നിങ്ങളുടെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഫീൽഡിലൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് വന്നു പോകുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഇതിന്റെ ഷൂട്ടിങ്ങിനും മുന്നേ ഉള്ളതും ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും ഇപ്പം പോസ്റ്റ് റിലീസും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബോണ്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ശംഭു പറ. ശംഭു കിട്ടുന്നില്ല. നമ്മുടെ ബോണ്ടിങ് നമ്മള് ആക്ച്വലി 2023 ഡിസംബർ തൊട്ട് അറിയുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതിനകത്ത് ഇവര് രണ്ടുപേരും സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച ബന്ധമൊക്കെ ഉണ്ട്. ബാക്കി നമ്മൾ ബാക്കി നമ്മള് 3 പേരും ഡിസംബർ തൊട്ട് നമ്മൾ ഇതിന്റെ ഫൈറ്റ് കൊറിയോഗ്രഫിയും അതും ഇതൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇപ്പൊ ഐ തിങ്ക് നമ്മുടെ എല്ലാവരുടെയും കരിയറിൽ ഒരു പക്ഷെ ഇത്രയും ലോങ് ഷെഡ്യൂള്, അതും ഈ ലോങ് ഷെഡ്യൂളിൽ ഓൾമോസ്റ്റ് 120-130 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. അതിനകത്തൊരു 80 to 90% നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇത്രയും ഡേയ്സ് കണ്ടിന്യൂസ്ലി സെറ്റിൽ എല്ലാ ദിവസവും എണീറ്റ്
നമ്മൾ തന്നെയാണ് ഇന്ററാക്ട് ചെയ്യുന്നതും കാണുന്നതും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായി കാണില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഭയങ്കര ഓർഗാനിക് ആയിരുന്നു അത് വന്നതും. ലൈക് ഹൗ ഇൻ ദ ബിഗിനിങ് നമുക്ക് ആ ബോണ്ടിങ് ഇല്ലാത്ത സമയത്ത് നമ്മളൊരു സീൻ ചെയ്യുമ്പോഴുള്ള ഡൈനാമിക്സ് ആയിരുന്നില്ല. ഓവർ ടൈം നമ്മൾ ആ ബോണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ അറിയാൻ പറ്റും. ഇപ്പൊ ഞാനൊരു സാധനം ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സഞ്ജു അവിടെ ചെയ്യാൻ പോകുന്ന ശ്രീനാഥ് അവർ ചിലപ്പോൾ ഭയങ്കര സർപ്രൈസ് ചെയ്ത്, പക്ഷെ എന്നാലും ദിവസം പ്രഡിക്റ്റബിലിറ്റി. അപ്പൊ ഇതൊരു ഭയങ്കര ഓർഗാനിക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവമായി മാറും. നിങ്ങൾ സ്കൂളിൽ തൊട്ട് ഒരുമിച്ചുണ്ട്? സ്കൂളിലോട്ട് അങ്ങനല്ല, സ്കൂളിൽ ഒരേ സയൻസ് ബാച്ചും ഞാൻ കോമേഴ്സ് ബാച്ച്. പക്ഷെ അതുപോലെ തന്നെ ഇതിന്റെ അഭിനയിച്ച ഫാഹിമും നമ്മുടെ അപ്പൊ അതുണ്ട്. അപ്പം അതുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡൊക്കെ കണ്ടപ്പോ എന്റെ വൈഫും എന്റെ ക്ലാസ്സിലായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് കണ്ടപ്പോ എല്ലാം ഭയങ്കര സന്തോഷം, കൗതുകം. കാരണം അന്ന് കണ്ട സെയിം ആൾക്കാർ ഇപ്പൊ വന്ന് സ്ക്രീനിൽ അതുപോലെ അന്നത്തെ അതേ ലുക്കിലൊക്കെ ഒന്ന് ഇതൊക്കെ നമ്മൾ പറയുന്നു, അതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അതെ. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഓണം വിശേഷം കൂടെ ആവാം. എങ്ങനെയാണ് ഈ വർഷത്തെ ഓണം ഇതുവരെ ഉള്ളത്? എങ്ങനെയുണ്ട്? അടിപൊളി. ഞങ്ങൾ ഓണം വിശേഷമല്ലേ ഇത്? ഇതാണ് ഏറ്റവും വലിയ വിശേഷം. അതെ, ഈ വർഷത്തെ ആർക്കും ഓണത്തിന് സാധാരണ നമുക്ക് തിയേറ്റർ റിലീസ് ഒക്കെ ആയിരിക്കും, വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത്. അതെ, അടിപൊളി. അപ്പൊ ഈ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ലീശേ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ എന്നാലും ഓണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു നല്ലൊരു ഓർമ്മ എന്തായിരിക്കും? എല്ലാരും പറയണേ. എനിക്ക് സദ്യ, എനിക്ക് സദ്യ പായസം, ബോളിയും പായസം. ശ്രീനാഥ? എല്ലാ ദിവസവും ഓണമാണ്. എല്ലാ ദിവസവും സദ്യയാണോ? അല്ല, സദ്യ എന്നുള്ളതല്ല, എല്ലാ ദിവസവും ശ്രീനാഥ് ഇന്നും ആഘോഷമാണ്. ഇരിക്കുമ്പോ അതിന് വേണ്ടി ഒരു പ്രത്യേക ദിവസമല്ല. ദിവസത്തേക്ക് വേണ്ടി ബാക്കി എല്ലാവരും വരുമ്പോ ഞാൻ അവരോട് അന്ന് കൊടുക്കും. ഓക്കെ, സച്ചിൻ എങ്ങനെയാണ് ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു മെമ്മറി? ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മെമ്മറി അടിച്ചുപൊളി, വെക്കേഷൻ, സ്കൂളിൽ പോകണ്ട, അങ്ങനെയുള്ള കാര്യം, കളിക്കാൻ പോകണ്ട, അല്ല അങ്ങനെയുള്ള കുറെ കുറെ ചെറിയ ചെറിയ മെമ്മറി. സ്കൂളിൽ കൊണ്ട് വെക്കേഷൻ അല്ലെ ചെറിയ ആ സമയത്ത് ഞാൻ പപ്പയുടെ വീട്ടിൽ പോകും, കൊല്ലത്ത് പോകും. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഓണം ആ വെക്കേഷൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുറച്ചുകൂടി അടിപൊളിയാണ് ഓണം സെലിബ്രേഷൻ. അപ്പൊ അതുകൊണ്ടിട്ട് ഇഷ്ടം. ഓക്കെ, ശംഭുന് എങ്ങനെയാണ്? ഞാൻ ഐ ഡിഡ്ന്റ് ഗ്രോ അപ്പ് ഇൻ കേരള. ഞാൻ പുറത്തായിരുന്നു. അപ്പൊ ഓണമിന് വെക്കേഷൻ ഒന്നുമില്ല, ഒരു ദിവസം ലീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഓണം എന്റെ മനസ്സിൽ ഞാൻ സത്യത്തിൽ ഓണം മര്യാദയ്ക്ക് ആഘോഷിച്ചു തുടങ്ങിയത് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ 2018 ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മോർ ദൻ ദിസ് ഡേറ്റ് ഞാനിങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചുറ്റിപ്പറ്റി ഒരു പരിപാടിയൊക്കെ പിടിച്ചു പോകുമ്പോ ദാറ്റ് ഇസ് വാട്ട് സെലിബ്രേഷൻ ഇസ് ഫോർ മീ. പെർട്ടിക്കുലർലി ഓണം എന്നുള്ളൊരു മെമ്മറി ഇല്ല ആക്ച്വലി. റൈറ്റ് നൗ ഇപ്പൊ എന്റെ ലൈഫ് ഏറ്റവും നല്ല ഓണം 2018 മുതൽ ഓണം ആഘോഷിച്ചിട്ടില്ലേ? 2018 ഉണ്ട്. പക്ഷെ ഇപ്പൊ കൊച്ചിയിൽ ഒറ്റയ്ക്കല്ല താമസിക്കുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഓണം എനിക്ക് കിട്ടിയിട്ടില്ല ഇതിനു മുമ്പ്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദ വർക്ക് ദാറ്റ് ഐ ഡൺ. ഇത്രയും നല്ലൊരു റിലീസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ട്, അത് പൂക്കളം കണക്കാണ്. എല്ലാ ജോണറിലും ഉള്ള മ്യൂസിക് ഒക്കെ കൂട്ടി ഇട്ടിരിക്കുന്ന ഒരു സാധനം, 25 പാട്ടിന്റെ. അപ്പൊ നമ്മളിപ്പോ ഇത് ബെസ്റ്റ് ആണ്. നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വണ്ടിയിൽ നമ്മൾ ഈ സൗണ്ട് ട്രാക്ക് ഒക്കെ കേട്ടോണ്ടാണ് വരുന്നോണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ അപ്പൊ കയ്യോടെ ഒരു ഗെയിമിലോട്ടൊന്ന് പോയാലോ? നിങ്ങളെ കുറച്ച് GK ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗെയിം കൂടെ. ഓണത്തിനെ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഓക്കെ, പോവാ. ഓണത്തിനെ പറ്റിയുള്ള ജനറൽ നോളജ് ഈ ഗെയിം ഒക്കെ നേരത്തെ കളിച്ചിട്ടുണ്ടാവുമല്ലോ? ഇല്ല. എല്ലാരും ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, അപ്പൊ സിനിമാപ്രാന്തം കണ്ടുപിടിക്കുന്ന ഗെയിമുകളെ അല്ലേ? സിനിമാപ്രാന്തം കണ്ടുപിടിക്കുന്ന ഒരു പുതിയ ഗെയിം അല്ല. ഓണത്തിനെ പറ്റി ജനറൽ നോളജ് എന്ന് പറയും. ജനറൽ ആയിട്ടുള്ള ഓണം നോളജ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാവുന്ന ആള് കൈവക്കണം. ടീമാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കാര്യത്തിലും അങ്ങനെ കോമ്പറ്റീഷൻ. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ സമ്മാനം. അത് ഞങ്ങൾ പങ്കിടും. ഓക്കെ, അപ്പൊ ചെറിയ പാണ്ഡവരുടെ മൂടല്ലേ അല്ലേ? ചെറിയ പാണ്ഡവരുടെ മൂടൊക്കെ തോന്നും. എന്ത് കിട്ടിയാലും ഓക്കെ, ചോദിക്കട്ടെ. അത് തന്നെ ഓണപ്പൂവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൂവ് ഏത്? തുമ്പപ്പൂ. ഞാൻ കൊന്നാന്ന് പറയുന്നത്. ഭാഗ്യമുള്ള നീ നേരത്തെ പറഞ്ഞു. അടുത്ത മഹാബലിയുടെ യഥാർത്ഥ പേര്? എന്തോ ഒരു രാജാവാണ് അല്ലെ? എന്തോ അല്ലെ? തൃക്കക്കര അവരുടെ രാജാവാണ് മഹാബലിയുടെ എന്തോ ഒരു മാവേലി. എന്തോ ഒരു മാവേലിക്ക് വേറെ മഹാബലി ശ്രീ ശേഖരൻ. അപ്പന്റെ പേര് ശേഖരൻ.
ആർക്കും അറിയില്ല. ഇല്ല. അപ്പൊ അതിന്റെ പോയിന്റ് എനിക്കാണ്. ആ, ഇന്ദ്രസേനൻ. ഇന്ദ്രസേന. അതെ. അടുത്തത് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ഏതാണെന്നറിയോ? 1955. അല്ല അല്ല 66. അല്ല. ഒരു വർഷം ഒരു പറയണം. guess. 45. അല്ല. ഞാൻ ചുമ്മാ 1961 ശരി. ഓക്കെ. അടുത്ത ഈ മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം. മഹാബലി വാക്കിന്റെ വലിയ ബലി. വലിയൊരു സാക്രിഫൈസ്. അതാണ്. വലിയ ബലി. മഹാബലി. ഓ വലിയ ബലിയായി. യാഗം ചെയ്യുന്ന ആളെന്നാണ്. ഒരു പോയിന്റ് ഇട്ടില്ല. ഒരു point. നിങ്ങൾ ടീമാന്നല്ലേ പറഞ്ഞേ? individual point അല്ല, ഇല്ലല്ലോ. ഇവന് അവൻ ഇടയ്ക്ക് ഒറ്റയ്ക്കായി പോകും. ഇവൻ എന്ത് അവന് പോയിന്റ് വേണോ? നമ്മളെ ബാക്കി 4 കിട്ടി. നിരജ് ഒറ്റയ്ക്കല്ലേ? ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് എന്നോട് ടീം. ഓക്കെ. അടുത്തത് അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങൾ ഇടുമല്ലോ. അതില് ഒരു ദിവസം മാത്രം ചതുരത്തിലാണ് പൂക്കളം ഇടുന്നത്. ആ, അത് ഏത് നാളിലാണ്? തിരുവോണം. അവിട്ടം. ഉത്രാടം അവിട്ടം ചതയം. അവിട്ടം ചതയം അല്ല. അല്ലേ? ചതയത്തിനൊക്കെ പൂക്കളം ഇടും. ചതയൊക്കെ ഇല്ലേ? തിരുവോണം കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ എന്താ അത്തം തിരുവോണമല്ലേ? അപ്പൊ ആ തിരുവോണത്തിന് മുമ്പ് നമ്മള് പൂക്കളം ഇടുന്നതിനകത്തല്ലേ? മറ്റേ ഇത് ഞാൻ ഉത്രാടം, ചതുരം ഉത്രാടം. ഷേപ്പിലാണ്. അത് ഉത്രാടം അല്ല. അല്ലേ? എടാ പോടാ, അവൻ ക്യാമറയുടെ പുറകെ ഉത്രാടം എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമ്മളത് പറഞ്ഞത്. അറിയത്തില്ല. ശരിക്കല്ലേ? അത്തം മുതൽ ഈ തിരുവോണം വരെയുള്ള നാളുകൾ അറിയാവോ? പുരാണം. അല്ല. അത്തമാണ് പത്താന്നാണ് തിരുവോണം. ഇതിന്റെ ഇടയിൽ അത്തത്തിനാണല്ലോ തിരുവോണം. അത്തം മുതൽ തിരുവോണം അത്തം, വരെയുള്ള ചിത്തിര, ചോതി, വിശാഖം. അത് അറിഞ്ഞോളൂ. ഒന്നും അറിയില്ല. എല്ലാവർക്കും അറിയില്ലല്ലോ. മൂലം നാളില്. അതാണ്. അടുത്തോ? പറയണ്ടേ? അവനൊന്നും അറിയില്ല. നീ ആ point എടുത്തോ? മൂലം എന്നാണോ പറഞ്ഞത്? അപ്പൊ എനിക്ക് 2 point ആയി. ഇല്ലൊന്നല്ല പറഞ്ഞത്. അത് ഉത്രാടം എന്ന് പറഞ്ഞു. പുള്ളി ഇടയ്ക്ക് തിരിഞ്ഞേ കാണിച്ചു. അടുത്ത പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടുന്ന ആള്. ചുമ്മാ ഇങ്ങനെ അത് ജനറൽ knowledge എന്ന് പറഞ്ഞാൽ തിരുവോണത്തിന് സംശയമുണ്ട്. അല്ല. ഉത്രാടം. അതെ. 2 പോയിന്റ് 2 point. നമ്മുടെ ടീമിന്. ഇത് ഇടയ്ക്ക് കത്തി കുത്തുന്നൊക്കെ കറക്റ്റ് ആയിട്ട് അത് വരുന്നുണ്ട്. ശരി, അങ്ങനെയാണ്. അവൻ ഇത്രയും വലിയ പൊസിഷനിലായില്ലേ? അങ്ങനെയാണ് കത്തി കുത്തുന്നൊക്കെ കറക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോ എല്ലാം കറക്റ്റ് ആയിട്ട് വരും. അതെ. ഇനി അധികം ക്വസ്റ്റ്യൻ ഇല്ല. ഒരു ചോദിക്കാനുള്ള അത്തം മുതൽ തിരുവോണം വരെയുള്ള നാളുകൾ ആർക്കെങ്കിലും തെറ്റിക്കാതെ പറയാൻ പറ്റും? അറിയത്തില്ല. പറ്റൂല. വിശാഖം അറിയാൻ പറയാം. അവന്റെ നാളുമല്ലോ. ഒരു അത്തം, ചിത്തിര, ചോതി, വിശാഖം. ധനു അങ്ങനെ നിക്ക്. പാട്ട് പാടിയിട്ട് അതിന്റെ ഓർഡറിൽ കുറച്ച് മാസങ്ങൾ പിന്നെ മകയിരോ, ഊരാടം, ഉത്രാടം, തിരുവോണം, ഭരണി, ഇത്ര അറിയാണ്ട്. ഇടയ്ക്ക് ഒരു 3 അത്തം, കിട്ടുന്നില്ല. രോഹിണി. ആദ്യത്തെ 4 5 ചിത്തിര, ചോതി, വിശാഖം. ചിത്തിര ചോദ്യം അനിലൊക്കെ ഇതിനിടയ്ക്ക് വരുന്നതാണോ? ഓ, അത് നിങ്ങൾക്ക് വലിയ അറിവില്ല. എന്തൊക്കെയോ എനിക്കറിയില്ല. നമ്മള് പ്രേക്ഷകരുടെ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞേക്കാം. കമന്റ് ചെയ്യുന്നത് അതെ, നിങ്ങൾ കമന്റ് ചെയ്യാതായിരിക്കും. ഇല്ല പറഞ്ഞോ. ഞാൻ പറഞ്ഞിട്ടാ പോയിന്റ് എടുക്കും. എനിക്കിപ്പോ 2 point ഉണ്ട്. അല്ല, ഒരു പോയിന്റ് എടുക്കും. പറ മൊത്തം അത്തം, അതിന് നോക്കട്ടെ, ഫോണിൽ നോക്കാം. ഇതിലില്ല. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴമൊക്കെ ഇതിനിടയ്ക്ക് വരുന്നതല്ലേ? അനിഴം, മൂലം, ഊരാടം, പിന്നെ ഉത്രാടം കുഴപ്പമില്ല. എന്തായാലും ഇത് അത്യാവശ്യം വിചാരിച്ച രീതിയിൽ വന്നില്ല, കയ്യിൽ നിന്ന് പോയതുകൊണ്ട് നമുക്ക് അടുത്ത എന്റെ മെയിൻ ഗെയിമാണ്, ഒരു ടാസ്ക് ആണ്. ഓക്കെ, ഇതില് നിങ്ങക്ക് ഒരാളെ ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാണ്, കൂട്ടത്തിൽ ഒരാളെ ചൂസ് ചെയ്യാം. ആ ആള് ഞാൻ പറയുന്ന ടാസ്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആരായിരിക്കും ചെയ്യുന്നത്? ശ്രീനാഥ് ചെയ്യും. ഫസ്റ്റത്തെ ടാസ്ക് ഞാൻ പറയണം. ഈ മാവേലി നാടു മണിയിടും പാട്ട് അറിയാലോ, ആ പാട്ട് ഒരു റൊമാൻറ്റിക് രീതിയിൽ പാടണം. അത് നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടല്ലേ? അല്ലേ? അല്ല, ഇവന് അങ്ങനെ തന്നെ വേറൊരു റൊമാൻറ്റിക് പാട്ടിന്റെ ട്യൂണിൽ. അതിന്റെ ഇങ്ങനെ പാടിയിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ഇങ്ങനെ പാടിയിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. റൊമാൻറ്റിക് പാടിയിട്ട് വർക്കായിട്ടുണ്ട്. ഒരേ ടീമല്ലേ? ടാസ്ക് തീർന്നു. പാടി അത് കേൾക്കും.
നാടുവാഴും കാലം അതുപോലെ ചെയ്തു. Okay. എന്റെ ടാസ്ക് കഴിഞ്ഞു ആക്ച്വലി. ഇതിപ്പോ swap ചെയ്തല്ലോ. അപ്പൊ Swap ചെയ്തു, swap ചെയ്തു, task swap ചെയ്തു. അപ്പൊ. അടുത്ത ടാസ്ക് ഇത് swap ചെയ്തതാണ്. Yes. Okay, അടുത്ത ആരാ ചെയ്യുന്നേ? ശ്രീനാഥ്. ചോദിച്ചിട്ട് നമ്മൾ എളുപ്പമുള്ള അല്ല, ഇനി ഒന്ന് മാറ്റാം. ഇവിടുന്ന് ആക്കാം. ഒന്ന് ഇവിടെ, അടുത്ത ശംഭു. ഈ കൂട്ടത്തില് വില്ലനാണെന്ന് വിചാരിക്കാം. ഓക്കെ, സദ്യക്ക് പപ്പടം കിട്ടിയില്ല, അപ്പൊ വില്ലനായിട്ട് ബിഹേവ് ചെയ്യാം. ഓ ഫണ്ണി ആസ്പെക്ട് നമുക്ക് ഇങ്ങനെ ഒരു സീനുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു സീനുണ്ട്. മറ്റേ നമ്മള് ഇത് ചെയ്യുമ്പോഴത്തേക്ക് എളുപ്പമായല്ലേ? ഇല്ല നമുക്കല്ല. ഓക്കെ ഓക്കെ. സദ്യ ഇവിടുത്തെ എല്ലാവർക്കും പപ്പടം കൊടുത്തു, ശംഭുവിന് മാത്രം പപ്പടം തന്നില്ല. വില്ലനാണ് ഇവിടുത്തെ. അപ്പൊ വില്ലത്തെ എന്തുകൊണ്ട് ഞാനായി ആ ചോദ്യത്തില് എനിക്ക് പപ്പടം കഴിച്ചൂടെ? എന്നോട് ചോദിക്കാൻ അല്ല കാര്യമായിട്ട് ചോദിച്ചാ എന്താ അതാ പപ്പടം തന്നില്ല. എന്തുകൊണ്ട്? വില്ലനായതാണോ? അല്ല ഞാൻ കാര്യമായിട്ട് ചോദിച്ചു. വൈ മീ? പപ്പടം ഇന്നത്തേക്ക് തീർന്നുപോയി. വൈ മീ? എന്തുകൊണ്ട് ഞാൻ മാത്രം? ഇവിടെ സച്ചിന്റെ അതേ പപ്പടം കഴിച്ചു. അതെങ്ങനെ? അത് നിങ്ങൾ മുൻകൂട്ടി കാണുന്നത്, നിങ്ങൾ വിളിച്ചല്ലേ അവിടെ വന്ന്? അല്ലേ പപ്പടം നമ്മൾ കൗണ്ട് ചെയ്യും. അല്ല നിങ്ങൾ വിളിച്ചിട്ടാണ് പിന്നെ അല്ല കാര്യമായിട്ട് തരും. നിങ്ങൾ തന്നെ ചിരിക്കണം. ഷോ അല്ലേ, ക്യാമറ ഒക്കെ ഉണ്ട്, അപ്പൊ ചിരിച്ചിരിക്കണ്ടേ. കൊള്ളാം. ഞാൻ മേടിച്ചു. ആക്ടിങ്. നമ്മള് തന്നെ 6 മാസം കണ്ടോണ്ടിങ്ങനെ ആക്ടിങ് ആക്ടിങ് ആക്ടിങ്. ഓക്കെ, അടുത്ത ആരാ വേണം? പറയടാ സഞ്ജാറിന് പറ്റിയത് തന്നെ. ഫ്രണ്ടിലൊരു സദ്യ ഉണ്ടെന്ന് വിചാരിക്കാം. സഞ്ജാറിന് ഒരു ഫുഡ് ബ്ലോഗർ ആണ്. ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ഒരു ഫിലിം, ഒരു ഫുഡ് ക്രിട്ടിക് പോലെ ഫുഡ് ബ്ലോഗ് നടത്താം സദ്യ കഴിച്ചുകൊണ്ട്. ഒരു ഇമാജിനറി സദ്യ ഫ്രണ്ടിലുണ്ട്. കഴിച്ചോണ്ടിരിക്കുകയാണ്. അതെ, കഴിച്ചു കഴിഞ്ഞിട്ടുള്ള കഴിച്ചോണ്ടിരിക്കുക. ക്യാമറ റോളിംഗ് ആണ്. എനിക്ക് വയ്യ, എനിക്ക് പറ്റൂല. എനിക്കൊന്നും പറ്റൂല. എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഒരു ആക്ടർ ഇപ്പൊ ഇങ്ങനത്തെ ഒരു റോള് കിട്ടിയാ ചെയ്യില്ലേ? ഞാൻ പൈസ ഒന്നുമില്ല അഭിനയിക്കാറ്. അപ്പൊ ആക്ടിങ് തുടക്ക കാലത്തൊക്കെ ചാൻസ് വെച്ച് നടന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തിലേക്ക് തിരിച്ചെത്തിയെന്ന് വെച്ചാൽ എന്തിനാണ് ആ കാലത്തിലോട്ട് ഞങ്ങൾ നല്ല സദ്യയായിരുന്നു. സിനിമാ പ്രാന്തം വന്ന സദ്യ വളരെ ഗംഭീര സദ്യയായിരുന്നു. ഞങ്ങള് വഴി അവിടെ വണ്ടിയോട് ദൂരെ ഇട്ടിട്ട് നടന്നു വന്ന് അത്ര കഷ്ടപ്പെട്ട് മഴ, പക്ഷെ നല്ല സദ്യയായിരുന്നു. നല്ല പരിപ്പും നെയ്യും ഒക്കെ കുട്ടികളുടെ പപ്പടമൊക്കെ പൊടിച്ച് ആദ്യം നമ്മൾ അങ്ങോട്ട് കഴിച്ചത്. കുറച്ച് സാമ്പാർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എനിക്ക് ഇഷ്ടമുള്ള അടപ്രഥമം വന്നു. അത് പഴമായിട്ട് പപ്പടം രണ്ടാമത് ചോദിച്ചപ്പോൾ പപ്പടം തന്നു എനിക്ക്. രണ്ടാമത് ഇവന് കൊടുത്തില്ല. ആ പപ്പടമാണ് മിസ്സായിട്ട്. അപ്പോ ആ പപ്പടം ഇരിക്കുന്ന പപ്പടവും പൊടിച്ച് ഈ പഴവും കൊണ്ട് ഞെടി കഴിച്ചു. അത് പായസം പാട്ട് മാറ്റി പാടുന്നു. അതെ, അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ കഴിച്ച് വളരെ സന്തോഷമായിട്ട് കഴിച്ചു. കൊള്ളാം, നല്ല സദ്യയാണ്. എപ്പോഴും ഇവിടെ വരണം, എല്ലാവരും വന്ന് ഇവിടെ സദ്യ കഴിച്ചിട്ട് പോകണം. ബ്യൂട്ടിഫുൾ ആണ്, നൈസാണ്. നല്ല ഫുഡ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടു. മറ്റേ വേറെ അടുത്തത് സച്ചിൻ ആയാലോ? ലാസ്റ്റ് എപ്പിസോഡ് അതിലുണ്ടോ? ഇനിയുണ്ട്. അത് ഇവിടെ കഴിഞ്ഞായിരുന്നു. ഞാൻ ചെയ്തതാ ജോലി നിനക്ക് വേണ്ടി, പക്ഷെ അത് പറ്റില്ല. ഇപ്പൊ സച്ചിന് ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയിട്ട് ഒരു വലിയൊരു സ്റ്റേജില് വലിയൊരു അവാർഡ് കയ്യിൽ കിട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്പീച്ച് നടത്തുമല്ലോ. ആ സ്പീച്ച് മലയാളത്തിൽ മാത്രം സംസാരിക്കാം. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ മാത്രമേ സംസാരിക്കും. ഇംഗ്ലീഷ് അങ്ങനെ എന്തോ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയൂ. അതിപ്പോ ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയിട്ട് ഒരു വലിയ സ്റ്റേജിൽ നിൽക്കുക. അതൊക്കെ ഓക്കെ. എന്താ അവാർഡാ? എന്തെങ്കിലും അവാർഡ്, മികച്ച നടനുള്ള മലയാളത്തിൽ മാത്രം പറയണം. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ സുഖം ഉണ്ടല്ലോ. ഇംഗ്ലീഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവാർഡ് ഞാൻ മലയാളം എന്ന് പറഞ്ഞു. പുരസ്കാരം. എനിക്ക് ഇത്രയും വലിയൊരു പുരസ്കാരം തന്നത് എല്ലാവർക്കും നന്ദി. എൻ്റെ അഭിനയം കണ്ടിഷ്ടപ്പെട്ട്
എനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിന് ഞാൻ ഒരുപാട് സന്തോഷം അനുഭവിക്കും. കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ പിന്നെ എന്തൊക്കെ പറയണം? എന്റെ ഫലകവും പ്രശസ്തി പത്രവും പിന്നെ എന്റെ കൂടെ പണവും ഒക്കെ വരും. നിങ്ങളില്ലാതെ ഞാനില്ല ഞാൻ പറയണ്ടേ. ഓക്കെ. പിന്നെ അതിന്റെ അത് ഈ ഉദാഹരണം 4.5 സംഘത്തിന് അവാർഡ് കിട്ടി. ചുമ്മാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരും നീ. അല്ല ഞാൻ ഈ ടാസ്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ഡയറക്ടറെ പറ്റി പറഞ്ഞില്ല, ആക്ടേഴ്സിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ഈ 4.5 സംഘത്തിന് 4 സംഘത്തിനാണ് അവാർഡ് award കിട്ടി. കിട്ടിയത്. എന്നെ ഈ 4 സംഘത്തിൽ ആദ്യം എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ 4 സംഘത്തിൽ അഭിനയിക്കാൻ വിളിച്ച അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് തന്ന പ്രശാന്ത് പോയി ചാൻസ് അടുത്ത ദിവസം തോറ്റ് അതിന്റെ point ഇപ്പൊ ഞാൻ എടുത്തു. എടുത്തു നേരത്തെ തോറ്റ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടാസ്ക് ആണ്. ഒരു TV കൊമേഴ്ഷ്യലിൽ നിൽക്കാണ്. ഒരു പായസത്തിന്റെ ഒരു ബ്രാൻഡ് സെല് ചെയ്യാം. എങ്ങനെ സെല് ചെയ്യാം? ഓണം റിലേറ്റഡ് ആയിട്ട് ഓണം ടൈമിലാണല്ലോ പായസത്തിന്റെ ഒക്കെ കച്ചവടമൊക്കെ കൂടുന്നത്. അപ്പൊ ഒരു TV കൊമേഴ്ഷ്യലിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പായസം സെല് ചെയ്യാം. അമ്പലപ്പുഴ പാൽപ്പായസത്തിനോടൊത്ത് നിൽക്കുന്ന ഈ പാലടപ്രഥമൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും എന്ന് ഞാൻ വളരെയധികം വിശ്വസിക്കുന്നു. ബോളിയുടെ കൂടെ വേറെ പലഹാരങ്ങളുടെ കൂടെയും പഴത്തിന്റെ കൂടെ ചേരുന്ന ഈ പായസം നിങ്ങളുടെ നാവുകളിൽ മധുരം പകരും, രുചി ഉണർത്തും. വാങ്ങൂ, കഴിക്കൂ, ആസ്വദിക്കും. അമ്പുജം പാലിന്റെ അല്ലേ? ഞങ്ങളുടെ പാൽ സീരീസിലെ പാൽ പായസം. അടിപൊളി ടാസ്ക്. അങ്ങനെ നമ്മൾ അത് വിജയകരമായി ഇവരെല്ലാം ചെയ്തോണ്ട് ബ്യൂട്ടിഫുൾ അല്ലേ? ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിലെ ഓണത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻഡസ്ട്രിയിൽ വരുന്നതിന് മുൻപും വന്നു കഴിഞ്ഞിട്ടുള്ള ഓണം ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ലേ? അതെങ്ങനെ ഉണ്ടാവും? അങ്ങനെ നമുക്കൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സെറ്റിലായിരിക്കും. ഇപ്പം നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ സെറ്റിൽ 2-3 ഓണം സെറ്റിലായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വേറെ ഒന്നുമില്ല, നമ്മുടെ വർക്കായിരിക്കും. ഉച്ചയ്ക്ക് പക്ഷേ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്രയും പേര് ക്രൂ മെമ്പേഴ്സ് ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന അത് ഭയങ്കര രസമുള്ളൊരു സമയമാണ്. ആ ഒരു കുറേ സമയം നമുക്കൊരു ബ്രേക്കും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഫാമിലി മിസ് ചെയ്യുകയൊക്കെ ചെയ്യും. അല്ലാതെ നമുക്ക് സിനിമയിൽ വന്നുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് ബാക്കിയുള്ളവർക്കും? ഇതൊരു സിനിമ ഒരു ഓണം സിനിമ സെറ്റിൽ ആഘോഷിച്ചിട്ടില്ല. എല്ലാം വീട്ടിൽ തന്നെയാണ്, ഫാമിലി ആയിട്ട്. ജോലി ഇല്ലാത്തൊരു വീട്ടിൽ തന്നെ. അതെ. ശ്രീനാഥിനോ? സമയത്ത് മഹാവീരൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഈ പറഞ്ഞ ഒരു ഓണം സെറ്റിൽ ആഘോഷിച്ചാണ്. ഓണം അതെ ഓണം തന്നെയാണ്. ഓണം വിഷുവാണെന്ന് സംശയമുണ്ട്. എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് സദ്യ എന്നുള്ളൊരു പരിഗണന പരിപാടി ഉണ്ടാവും. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിയുന്നതിന് സന്തോഷം അത് തന്നെയാണ്. ബാക്കി ഷൂട്ടും പരിപാടികളൊക്കെ സാധാരണ പോലെ തന്നെ ആയിരിക്കാം. അത് സിനിമയിൽ അങ്ങനെ അവധികളില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവരുടെയും സൗകര്യം അനുസരിച്ച് അങ്ങനെ എപ്പോഴും അങ്ങനെ അവധി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞായറാഴ്ച ഇല്ല. തമിഴ്നാട്ടിലൊക്കെ സൺഡേ ഓഫ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല. മെയ് ദിനം മാത്രം 1-ാം തീയതി തൊഴിലാളികളുടെ യൂണിയൻ നമ്മളിത് ഷൂട്ട് ചെയ്ത സമയത്ത് വിഷുവിന്റെ അന്ന് നമ്മൾ ലീവ് എടുത്തില്ലേ? അത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മുടെ ടീമിനെ ഡിസൈഡ് ചെയ്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പം ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിത് സിനിമത്തിൽ ഒരു പ്രത്യേകത കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരെയും കൺസിഡർ ചെയ്തത്. അതായത് ഇപ്പം ബ്രേക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്, എല്ലാവർക്കും റെസ്റ്റ് ആവശ്യമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റായിരുന്നു, ഭയങ്കര ടൈറ്റ്ലി പാക്ഡ് ആയിരുന്നു. ഈ ഒരു അറൗണ്ട് 100 days ഓഫ് ഷൂട്ട് ഒരു 3-4 മാസത്തെ അവർക്ക് 4 മാസത്തെ ഗ്യാപ്പിൽ അത്രയും വരുമ്പോൾ ആൾക്കാർ ഭയങ്കര ടയർഡ് ആവുമായിരുന്നു. അപ്പം അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് സാധാരണഗതിയിൽ ചിലപ്പോൾ ആക്ടേഴ്സിനെ മാത്രമായിരിക്കും ചിലപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവരെയും കൺസിഡർ കൺസിഡർ ചെയ്തിരുന്നു. ആൻഡ് ഇപ്പം എല്ലാവർക്കും ആ പ്രയോറിറ്റി കൊടുത്തിരുന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ 1-2 ADs-നെ ഇന്നില്ല. അപ്പം അവരോട് പോയി പറഞ്ഞു അവർക്ക് 3-4 ദിവസം ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതൊരു റൊട്ടേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രേക്ക് കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു എല്ലാവരുടെ കാര്യത്തിലും കൺസേൺഡ് ആയിട്ടും. സോ അങ്ങനെ ഒരു നല്ല വർക്ക് കൾച്ചർ അവിടെ ഉണ്ടായിരുന്നു. വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യും. നമുക്ക് ആ മൊത്തത്തിനകത്ത് കൺസിക്യൂട്ടീവ്ലി ബ്രേക്ക് കിട്ടിയത് 4 ദിവസം എന്തോണ്. ആ 100 ദിവസത്തിൽ നമുക്ക് കൺസിക്യൂട്ടീവ്ലി ബ്രേക്ക് കിട്ടിയത് 4 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതേസമയം എവരിബഡി ഈസ് വെൽ റെസ്റ്റഡ്. ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായിരുന്നില്ലേ? ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടായില്ല. ഓക്കെ.
ശംഭു എങ്ങനെയാണ് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമൊക്കെ ശംഭുവിന്റെ ഒരു ആക്ടിങ് കരിയർ ബാക്കി എല്ലാവരും ഞാൻ ഇതിനു മുന്നേ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ശംഭു ഫസ്റ്റ് ടൈം ആണ് എന്റെ കൂടെ ഇരിക്കുന്നത്. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ തിയേറ്ററിൽ ആയിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടെ എന്നുള്ളൊരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ട് ആയിട്ട് വെരി സ്മോൾ റോൾ, ജൂനിയർ ആർട്ടിസ്റ്റ് റോൾ തന്നെ, പക്ഷെ വിത്ത് ഡയലോഗ് എന്നുള്ളൊരു സാധനം മാത്രമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് നായകൻ ഓഡിഷൻ ഉണ്ടായി, നായകൻ ചെയ്തു. നായകൻ ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് സോളമൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറെ 1-2 പ്രൊജക്ട്സ് ചെയ്തു, പക്ഷെ അതൊന്നും ലാൻഡ് ചെയ്തില്ല. അങ്ങനെ അതിന്റെ ഇടയിൽ ചെയ്യുന്ന ക്രിയ പ്രക്രിയ എന്ന് പറഞ്ഞിട്ട് കൃഷാന്തിന്റെ കൂടെ തന്നെ ഒരു ചെറിയ വെബ് സീരീസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് 2023 വന്നത്. അപ്പൊ യെസ്, കുറച്ചേരത്തെ ചോദിച്ചു, ഐ ഹാവ് നെവർ സെലിബ്രേറ്റഡ് ഓൺ എ സെറ്റ്. ഞാൻ അധികം സെറ്റുകളിൽ ഇരുന്നിട്ടില്ല. ഫസ്റ്റ് ഓണമാണല്ലേ ഇത്? ഫസ്റ്റ് ഇത് സെറ്റിലല്ല, ഒരു ഷൂട്ട് മോഡൽ നോക്കി ഇപ്പൊ നായകനീന്ന് ഇപ്പൊ റിയാലിറ്റി ഷോയിന്ന് ഒരാൾക്ക് കിട്ടുന്ന ഒരു ഫെയിമും ഒരു റീച്ചും നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നായകൻ ആക്ച്വലി ഒരു ആക്ടിംഗ് കരിയറിനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നായകൻ ആക്ടിംഗ് കരിയറിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് എക്സ്പോഷർ. ഇതിനകത്ത് നമ്മള് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിലേക്ക്. അത് ഹാൻഡിൽ ചെയ്യാൻ ഇനീഷ്യലി ഇത്തിരി ബുദ്ധിമുട്ടാണ്. നായകനായിട്ടുള്ളത് ഭയങ്കര ഓർഗാനിക്കലി പോയി. ആ സമയത്ത് എനിക്ക് പ്രായം 21, 22. അപ്പൊ അന്നാണെങ്കിൽ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഒരു 6-7 മാസത്തിൽ ഈ ഷോ കഴിയുന്ന സമയത്തേക്കും ലോട്ട് ഓഫ് പീപ്പിൾ നോ അസ്. അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സാധനമായിരുന്നു. അത് ഇന്നാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഒരുപാട് സ്ട്രെസ്ഡ് ആയി പോയത്. അങ്ങനത്തെ റിയാലിറ്റി ഷോയിൽ ഞാൻ ഇന്നായിരുന്നു ഇരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ കൂടുതൽ സ്ട്രെസ്ഡ് ആയി പോയത്. അന്നായതുകൊണ്ട് ഏജ് ഇല്ലാത്തതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് പോയി. ഓക്കെ, സച്ചിൻ എങ്ങനെയുണ്ട് സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള ലൈഫൊക്കെ? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓണമെല്ലാം വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സീരിയൽസ് ചെയ്യുന്ന ടൈമിൽ ലൊക്കേഷനിൽ ഓണം സെലിബ്രേഷനിൽ പാർട്ടായിട്ടുണ്ട്. അല്ലാണ്ട് ഓണം ഇതുവരെ ഇങ്ങനെ മാറിയൊരിടത്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്രാവശ്യം ഞാനിപ്പോൾ പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് 4-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. അപ്പം ഞാൻ മിക്കവാറും 5-ാം തീയതി ഓണത്തിൻ്റെ അന്നായിരിക്കും വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോയി ഓണം സെലിബ്രേറ്റ് ഞാൻ വീട്ടിലോട്ട് പോയി ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം എനിക്ക് 31 to 4 ഡേറ്റ്സ് ആണ്. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു ഫസ്റ്റ് ടൈം പരിപാടിയാണ്. ഓക്കെ, ഇപ്പൊ ഈ വെബ് സീരീസ് നോക്കിക്കഴിഞ്ഞാല് ഇതില് കാലഘട്ടങ്ങള് 3 കാലഘട്ടമായിട്ട് അല്ലേ കാണിക്കുന്നത്. അപ്പൊ അതില് ചെറിയ പ്രായം, നിങ്ങളുടെ ഒരു യങ് ഏജ് കാണിക്കുന്നുണ്ട്, അവിടെ നിന്നുള്ളൊരു വളർച്ച കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രായത്തിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ഫിസിക്കലി എങ്ങനെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്? ആദ്യം നമ്മൾ മെലിഞ്ഞു, ഷുഗർ കട്ട്. നമ്മൾ നല്ലോണം മെലിഞ്ഞു. തുടങ്ങിയ പോയിന്റിൽ നല്ല ഇതിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് താങ്ക്ഫുള്ളി ഇത് ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്ത് പോയത് എപ്പിസോഡ്സ്. അപ്പൊ നമുക്ക് ആഫ്റ്റർ വി കെയിം ദർ നമ്മൾ ബേസിക്കലി ഓവർ ടൈം വർക്ക്ഔട്ട് ഇച്ചിരി കുറച്ചു, ഡയറ്റ് ഒക്കെ ഇത്തിരി ബ്രേക്ക് ചെയ്തു. അപ്പൊ ടുവേർഡ്സ് ദി എൻഡ് നമ്മളുടെ എല്ലാവരുടെയും ഷേപ്പ് ഒക്കെ ഇച്ചിരി മാറി, ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി. അത് അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഈ മീശൻ താടിയൊക്കെ വളരെ അതിന്റെ കൂടെയുള്ള ഗ്രോത്തേ ഉള്ളൂ. ഗ്യാപ്പ് കിട്ടില്ല. നമുക്ക് അങ്ങനെ നമ്മളൊരു 93 ഡേയ്സിന്റെ ഷൂട്ട്, ആ ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ സുസൈഡിനോട് ചോദിച്ചു, നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ മാറുന്ന സമയത്ത് നമുക്കൊരു ബ്രേക്ക് വേണ്ടേ? ഉണ്ണിയുടെ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന്. ആ 2 ദിവസത്തെ ഗ്യാപ്പിലാണ് പിന്നെ വെച്ചാൽ ഇവൻച്വലി ആ ഒരു ഗ്രോത്തിലും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോവുകയായിരുന്നു. അത് ഗ്രാജുവലി പോയി. അപ്പം പിന്നെന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആ സീക്വൻസിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അത് അറിയുന്നില്ല, സിനിമയിൽ അറിയുന്നില്ല, വെബ് സീരീസ് നമ്മൾ അറിയുന്നില്ല. നമുക്ക് ഒറ്റൊരു അതുകൂടി പറ്റിയിരുന്നെങ്കിൽ തോന്നിയിട്ടുള്ള ഒറ്റൊരു സാധനം അതായിരുന്നു. കുറച്ചുകൂടി താടിയൊക്കെ വളർത്തി കുറച്ചുകൂടി ഇത് ചെയ്യായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമുള്ള ഒരു എഫേർട്ടായിരുന്നു. എന്നിട്ട് ലുക്കിൽ പ്രോപ്പർ ഡിഫറൻസസ് ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ സഞ്ജയേട്ടൻ ഇപ്പൊ 1000 ബേബീസിൽ ഉണ്ടായിരുന്നപ്പം താടി വളരാൻ വേണ്ടി മാത്രം കുറച്ച് നാള് ടൈം തന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതില് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണ്ടി വന്നിരുന്നു? 1000 ബേബീസിൽ നമ്മള് ഏകദേശം 8 മാസത്തെ ഗ്യാപ്പിലാണ് ഷൂട്ട് തുടങ്ങി. 8 മാസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പല ഷെഡ്യൂളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി പലതവണ ബ്രേക്ക് ആവാൻ കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതല്ലെങ്കിൽ അത് ഓഗസ്റ്റിനുള്ളിൽ തീരണ്ടായിരുന്നു. പക്ഷെ അത് പലതവണ മഴ വരികയും അപ്പം ഷെഡ്യൂൾ മൊത്തം മിക്സപ്പ് ആയപ്പോൾ അതിനകത്ത് ഈ താടി പഠിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ മീശ പഠിച്ച് പിന്നെ അത് വരാൻ വേണ്ടി അങ്ങനെ കുറേ സമയം നമ്മൾ ചെയ്തു. പക്ഷെ ആ സമയം എടുത്ത് തന്നെയാണ് നമ്മൾ ചെയ്തത്. ആ ഡിഫറൻസസ് കൃത്യമായി വേണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പം 1000 ബേബീസ് കഴിഞ്ഞൊരു 20-25 ഡേയ്സിലാണ് നമ്മൾ ഇതിൻ്റെ ഷൂട്ടിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സ്കൂൾ പോർഷനിലാണ്.
അപ്പോൾ അതിനൊരു സമയക്കുറവ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ഗംഭീരമാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ റിസൾട്ട് നന്നായി വരും. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മൾ അതിനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു വർക്കിംഗ് സ്റ്റൈൽ എന്നെ നേരത്തെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു സമയത്ത് 1000 babies കഴിഞ്ഞൊരു 20 ഞാൻ കൃത്യമായിട്ട് നോക്കി അറൗണ്ട് 20 വർക്കൗട്ട് ഡേയ്സ് എനിക്ക് കിട്ടുമായിരുന്നു. 20 വർക്കൗട്ട് ഡേയ്സ്. അപ്പോൾ അത്ര ദിവസം എനിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളൂമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ സമയവും അതിനൊപ്പം തന്നെ നല്ലപോലെ ഭയങ്കര ഗംഭീര പക്ക ഡയറ്റായിരുന്നു. ആ ഒരു സമയം ഞാൻ ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ പിടിച്ചെന്ന് അങ്ങനെ പോയി. അതെനിക്ക് നല്ല ചേഞ്ച് ഉണ്ടാക്കാൻ ഫിസിക്കലി ഒരു അറൗണ്ട് 5 kgs കുറഞ്ഞു. അപ്പം അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തു. നമ്മൾ ആ സ്കൂൾ പോർഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നെ അത് കഴിഞ്ഞിട്ട് ആ നെക്സ്റ്റ് കാലഘട്ടം വരുമ്പോൾ അത് ഡയറ്റ് ബ്രേക്ക് ചെയ്യാമെന്നുള്ള അവസ്ഥയായി. പക്ഷെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കഷ്ടപ്പെട്ട് ഇവിടെ വരെ പിന്നെ ഇനി അതങ്ങനെ അങ്ങോട്ട് കളയാന്ന്. പക്ഷെ കാരണം നമ്മൾ ഫിസിക്കലി ഭയങ്കര ഫ്രീ ആയി എന്ന് പറഞ്ഞൊരു സമയമുണ്ട്. നമ്മൾ ഭയങ്കര റിലാക്സ്ഡ്. കാരണം നമുക്ക് ഭയങ്കര മൂവ്മെന്റ്സിനും എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ബട്ട് നമ്മൾ ആ സമയത്ത് എടുത്ത എഫേർട്ട് വളരെ കൂടുതലായിരുന്നു. ഞാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അങ്ങനെ കുറയ്ക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം ഒരുപാട് സമയം വർക്കൗട്ട് ചെയ്യായിരുന്നു. വർക്കൗട്ടൊക്കെ ഒരുപാട് കൂടുതൽ സമയം ചെയ്തിട്ട് പല ഇഞ്ചുറീസും വന്നു. അപ്പോൾ അതൊക്കെ പലതും നമ്മൾ ക്യാരി ചെയ്യേണ്ടി വന്നു ത്രൂ ഔട്ട് ഷൂട്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈറ്റ് ക്ലൈമാക്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പം ഭയങ്കര ബാക്കൊക്കെ സ്ട്രെയിൻഡ് ആയിട്ട്. പക്ഷെ നമുക്ക് ഒരു രക്ഷയില്ല, നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. അത് നമ്മൾ ഫൈറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇവർ ഒരു 10-15 minutes നിന്ന് കഴിയുമ്പോൾ ബാക്ക് പെയിൻ തുടങ്ങും. അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ചു നേരം ചാരി ചെയ്തിട്ട് വീണ്ടും ഭയങ്കര ബാക്ക് പെയിൻ ഉള്ള ദിവസം നിങ്ങൾക്ക് എന്നെ ക്യാരി ഞാനത് ശമ്പൂണ മേടിക്കാൻ പറ്റും. ഞാനൊക്കെ തന്നെ കൃഷ്ണനോട് ചോദിക്കും, ഈ സമയത്ത് ശമ്പൂവിനെ പറ്റിയിട്ട് ഞാൻ മൂങ്ങ എടുത്തോണ്ട് പോകട്ടെ, ഭയങ്കര അതും നമ്മള്. പക്ഷെ അതാണ് ഇതിന്റെ എഫേർട്ട്. നമ്മൾ സിനിമയിൽ എടുക്കുന്ന എഫേർട്ട് നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി എടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് എന്നും അത് വിശ്വസിച്ച് മുമ്പോട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ അത് എപ്പോഴും അത് കിട്ടി. ആ പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പ്രോസസ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ പ്രോസസ്സിൽ നമ്മൾ ഒരിക്കലും വെള്ളം കലർത്തിയിട്ടില്ല. അതിന്റെ റിസൾട്ടാണ് നമുക്ക് ഇപ്പൊ ഈ സ്ട്രൈൽസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ ഒരു വെബ് സീരീസിൽ പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, റെസ്പെക്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം പലരും ചില സമയത്ത് ഒരു സിനിമയിലെ പെർഫോമൻസ് ഒന്ന് വീക്കായി കഴിഞ്ഞാൽ പലരും ഭയങ്കര നെഗറ്റീവ് പറയുമല്ലോ. അതിന് മുന്നേ ഉണ്ടായിരുന്നത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത സിനിമ തന്നെ ഈ പ്രേക്ഷകർ തന്നെ അടിച്ച് തലയിലാക്കി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ആ ആക്ടേഴ്സ് നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ടേക്ക് ഇൻ ചെയ്യുന്നതും അതുമായിട്ടൊന്ന് എങ്ങനെയായിരിക്കും ആ ഒരു ഇമോഷൻ ആ ടൈമില്? അങ്ങനൊന്നുമില്ല. അതും പിന്നെ എല്ലാ കാര്യങ്ങളിലും ലോകത്ത് അങ്ങനെ തന്നെയാണല്ലോ. ഒരു ചേഞ്ച് ദി ഓൺലി കോൺസ്റ്റന്റ് എന്ന് പറയും. അത് രണ്ടും മറ്റു ക്രിറ്റിസിസം ആണെങ്കിലും മറ്റതാണെങ്കിലും ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് എടുക്കാതിരുന്നാൽ മതി. അപ്രീസിയേഷൻ ആണെങ്കിലും if you start taking appreciation too seriously, criticism too seriously എടുക്കും. ഇത് രണ്ടും ഒരു ഇച്ചിരി ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് അതൊരു അഭിപ്രായം മാത്രമായിരിക്കും, അതിന് ഉപരി ഒന്നും ഉണ്ടാവില്ല. One man's food is another man's voice. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് പല പല. അപ്പം അതുകൊണ്ട് നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കാതെ പിന്നെ അടുത്തതിലോട്ട് ശ്രമിക്കുക. അതും പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു അപ്വേർഡ് സ്വിംഗ് ഉണ്ടായിരിക്കും, ഒരു ഡൗൺവേർഡ് ഇതുണ്ടായിരിക്കും. അപ്പൊ ഇതിനെ മാനേജ് ചെയ്യാന്ന് പറയുന്ന സംഭവമുണ്ട്. ഇപ്പൊ നമ്മള് ചില സമയത്ത് സിനിമയൊക്കെ ചെയ്ത് കഴിയുമ്പം നല്ല സിനിമകൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും, അല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. അപ്പം ആൾക്കാർ നെക്സ്റ്റ് ഇതിൽ നമ്മളൊന്നും വല്ലാതെ എക്സ്പെക്ട് ചെയ്യും. ഇതേപോലൊരു സിനിമ നമുക്ക് ചിലപ്പോൾ പിന്നെ വരണം എന്നില്ല. അപ്പം എനിക്ക് പേഴ്സണലി ഇപ്പം ഓഫ് ലേറ്റ് എനിക്ക് കുറച്ച് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഞാൻ പ്ലാൻഡ് ആയിട്ട് ചെയ്താൽ അപ്പോൾ പലരും നമ്മളോട് പറയും ഭയങ്കര നല്ല സെലക്ഷൻസ് ആണ് ഇപ്പം സിനിമകളുടെ. ഇതൊന്നും ഞാൻ ഒരു കോൺഷ്യസ്ലി ഇങ്ങനെ ലൈനപ്പ് ചെയ്യുന്നു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് പോസ്റ്റ് കോവിഡ് എനിക്ക് റൊഷാക്ക് ചെയ്തു, അല്ലെങ്കിൽ പുരുഷപ്രേതം, അല്ലെങ്കിൽ പാച്ചു അത്ഭുത വിളക്കും, പിന്നെ 1000 babies, 4 സംഘം, നല്ല കുറെ വർക്ക് ചെയ്യാൻ പറ്റി. ആ വർക്ക് ചെയ്യാൻ പറ്റി അത് നമ്മളുടെ പേഴ്സണൽ ഹാർഡ് വർക്ക് നമ്മളധികം ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നാളെ നമുക്ക് ചിലപ്പോൾ വർക്ക് ആവാത്ത സിനിമകൾ ചിലപ്പോൾ ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ള സമയത്ത്. അപ്പോൾ അതൊരു ക്രൈസിസ് ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അത് നമ്മളെ പലതരത്തിൽ നമ്മളെ ബാധിക്കും. ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഡെഫിനറ്റ്ലി നമ്മൾ ഹേർട്ട് ചെയ്യും. നമുക്ക്
മനുഷ്യരാണ്. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തവർ തന്നെ നമ്മളെ കുറ്റം പറയുകയും ഇതൊക്കെ സംഭവിക്കും. പക്ഷെ നമ്മളുടെ ഫോക്കസ് എവിടെയാണെന്ന് വെച്ചാൽ അത് വെച്ച് പോകാന്നുള്ളത്. അപ്പം നമ്മളെ പൊക്കുമ്പോൾ നമ്മൾ ഒരുപാട് പൊങ്ങാതെയും താഴ്ത്തുമ്പോൾ ഒരുപാട് താഴാതെയും നോക്കിയാൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലാവരും നമ്മളെ നല്ല കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പറയും. അപ്പം ഈ മോശം പറയുന്ന കുറച്ചെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അത് ഇപ്പം ചില സുഹൃത്തുക്കളുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും നല്ലത് പറയുമ്പോഴും എവിടെയാണ് വർക്ക് ആവാഞ്ഞതെന്ന് ഞാൻ പേഴ്സണലി ചോദിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ അവർ നമ്മളോട് വളരെ ഇതായിട്ട് പറയും. നമുക്കും അറിയാമായിരിക്കും അത് കുറെ ഒരു പരിധി വരെ. അന്ന് പക്ഷെ നമുക്ക് ഇതൊരു വാലിഡേഷനാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല കുറച്ച് അറിയിച്ചോട്ടിയൊക്കെ പോയാൽ അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു റാപ്പിഡ് ഫയറിലേക്ക് കടന്നാലോ? ഓക്കെ, യെസ്, പോവാം. പെട്ടെന്ന് ആരെ ഇഷ്ടമുള്ള പോലെ തന്നെ പറഞ്ഞോ. ഓക്കെ, പാൽപായസം ഒരു പ്രഥമൻ. പാൽപ്പായസം എല്ലാവർക്കും എനിക്ക് രണ്ടുപേർക്ക് പ്രഥമൻ. ഓക്കെ, ഉപ്പേരി ഒരു ശർക്കര വരട്ടി. ഉപ്പേരി രണ്ടും ഉപ്പേരി ഉപ്പേരി ഇത് രണ്ട് ശർക്കര വരട്ടി ഉപ്പേരി. ഓക്കെ, ഇപ്പൊ സദ്യയില് ഒരു ഐറ്റം മാത്രം സ്കിപ്പ് ചെയ്യാമെങ്കിൽ ഏത് സ്കിപ്പ് ചെയ്യും? അവിയൽ. അച്ചാർ അവിയൽ സ്കിപ്പ് ചെയ്യൂ? ഞാൻ അവിയൽ സ്കിപ്പ് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളം അവിയൽ സ്കിപ്പ് ചെയ്ത് മലയാളം ചേന ഒന്നും കഴിച്ചു ഓ മാങ്ങാച്ചാർ സ്കിപ്പ് ചെയ്യൂ? അച്ചാർ നാരങ്ങ അരച്ച് മാങ്ങ അരച്ച് അച്ചാറ് വേറെ കാര്യത്തിൽ എടുക്കും. സദ്യ കഴിഞ്ഞിട്ട് ആവശ്യം പിന്നെ വരും. അച്ചാറ് നേരത്തെ തീരും, അതിന് മുമ്പ് തീരും. അച്ചാർ സദ്യയിൽ വേണ്ട. ഓക്കെ, ഇപ്പൊ സദ്യയുടെ കൂടെ ഒരു കറി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ഏത് കറിയായിരിക്കും? പരിപ്പ്, സാമ്പാർ, പരിപ്പ് നെയ്യ്, ഒരു സാമ്പാർ, സാമ്പാർ. പരിപ്പ്, സാമ്പാറും പരിപ്പും. സാമ്പാർ ഒരു സാധനം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ മറ്റേത് ചോദിക്കാം, അവിടെ ചോദിക്കും. ഓ, പരിപ്പില്ലെങ്കിൽ സാമ്പാർ. ഓക്കെ സാമ്പാർ. ഓക്കെ, സദ്യയുടെ കൂടെ എത്ര പായസം വരെ ഒരുമിച്ച് കഴിക്കാൻ പറ്റും? 3. രണ്ട് രണ്ട് ഒറ്റ ഒരെണ്ണം. 3 രണ്ട് 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 രണ്ട്. കണ്ട കഴിക്കില്ല. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പഴം പായസം നല്ലതായിരുന്നു പറയാൻ പറ്റും. ആ, അപ്പൊ അത് കൂടുതൽ കഴിക്കാം. ഒരു പഴം പായസം ഉണ്ടതൊക്കെ. പഴപ്പായസം സെക്കൻഡ്, പിന്നെ പാൽപ്പായസം. എനിക്ക് അതൊന്നും മതി. അങ്ങനെയൊക്കെയാണ് 4 കൂട്ടം പായസമൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട്. കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ചു. അത് അത് അടിപൊളി. പിന്നെ എടുത്തോണ്ട് പോകാനാ. ഓക്കെ, ലാസ്റ്റ് പീസ് പപ്പടത്തിന് വേണ്ടി അടി കൂടിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇല്ല ഉണ്ട്, ഇല്ല, ആരും കൂടിയിട്ടില്ല. കൂടുതൽ അടിയൊന്നും കൂടിയില്ല. ഞാൻ കൂടിയിട്ടുണ്ട്. ഉണ്ട്, പപ്പടത്തിന് വേണ്ടിയിട്ട്. അടിപൊളി. പക്ഷെ പൊടിച്ചെടുക്കാമല്ലോ നമുക്ക്, ആ, പൊട്ടിച്ചെടുക്കാം. ഓക്കെ. ഈ ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ മാവേലി ആകുകയാണെങ്കിൽ ആരെ ചൂസ് ചെയ്യും? ഞാൻ വാമനനാണ്. എല്ലാവരും വാമനനാണ്. ഞാൻ വാമനനാണ്. ആരായിരിക്കും മാവേലി? സഞ്ജു സഞ്ജു ചേട്ടൻ. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നല്ലതല്ല. വല്ലപ്പോഴേ വരൂ. ഈ പണ്ടും ഇപ്പോഴും ഓണം ഗെയിം ഒക്കെ കളിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ തോറ്റിട്ടുള്ള ഗെയിം? ഇന്നത്തെ ഇവിടത്തെ നമ്മുടെ ഓണം ജനറൽ ജനറൽ നോളജ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ തോറ്റത്. എനിക്ക് എന്നെ കൊണ്ട് ഞങ്ങൾ തോറ്റു. എന്നെ കൊണ്ട് തോറ്റു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണം TV പ്രോഗ്രാം? അതെങ്ങനെയാണ്? നൊസ്റ്റു ഒക്കെ. സിനിമ വരും, സിനിമ പണ്ട് ഭയങ്കര ക്ഷാമായിരുന്നു. സിനിമ വരും. അതായത് അന്ന് കുറെ കാലം മുമ്പ് വരെ നമുക്ക് ഈ ആക്ടേഴ്സിന് ഇന്റർവ്യൂസ് കാണാൻ പറ്റുന്നത് അപ്പം മാത്രമായിരുന്നു. അപ്പം സിനിമയിലല്ലാതെ ഇവരെ കാണാൻ പറ്റുന്നത് അപ്പം മാത്രമായിരുന്നു. അപ്പം അന്ന് എന്തായാലും എല്ലാ ഓണത്തിനും മോഹൻലാലിന്റെ ഒരു ദിവസം മോഹൻലാലിന്റെ ലാലേട്ടൻ ഇന്റർവ്യൂ ഉണ്ടാക്കി, ഒരു ദിവസം മമ്മൂക്കയുടെ ഇന്റർവ്യൂ, അങ്ങനെ പല ആൾക്കാരുടെ ഇന്റർവ്യൂസും പിന്നെ സിനിമകളും. അപ്പൊ നമ്മൾ ആ സമയത്ത് ടി വി ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പ്ലാറ്റ്ഫോംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പുതിയ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ത് കാണാം. യൂട്യൂബ് ചാനൽസ് അങ്ങനെയില്ലല്ലോ, അങ്ങനത്തെ ഇന്റർവ്യൂസ് ഇല്ലല്ലോ യൂട്യൂബ് ചാനൽസ്. പിന്നെ രാവിലെ പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇന്നത്തെ സിനിമകൾ ഏതൊക്കെയാണ് സംഭവം ഉണ്ടായിരുന്നു, അതൊക്കെ പോയില്ലേ. അപ്പം ആ ഒരു അതിന്റെ എക്സൈറ്റ്മെന്റ് കുറഞ്ഞ് വേറൊരു തരത്തിലൊക്കെ ആയിട്ട് ഇപ്പൊ. ഓക്കെ, സദ്യയുടെ കൂടെ നോൺ വെജ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ഡിഷ്? ബീഫ് കോക്കനട്ട് ഫ്രൈ. ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ. എന്തായാലും ഓക്കെ. എന്തെങ്കിലും ഒരു ഐറ്റം. മീൻ, നല്ല ഫിഷ് വറുത്തത്. ഞാൻ ഫിഷ് ഉണ്ടാവാം.
ഏതായിരിക്കും? എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ഐറ്റം. അങ്ങനെ ഒരു ഐറ്റം നല്ല ചിക്കൻ ഫ്രൈ ഇതൊക്കെ സദ്യക്ക് മുമ്പ് തീരുന്ന കാര്യങ്ങളാണ്. ശ്രീനാഥ് മീൻ കഴിക്കില്ലല്ലോ. ഫിഷ് ഈ പറഞ്ഞ ഞാനും ശ്രീനാഥ് മീൻ കഴിക്കും. റിച്ച് മീൻസ് കഴിക്കും. ഫിഷിന്റെ നിനക്ക് കഴിക്കും. മണം വരുന്ന ഫിഷ് നമ്മൾ 3 പേരും കഴിക്കും. ബാക്കിയല്ല ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. ഓക്കെ, റാപ്പിഡ് ഫയർ നിങ്ങളോട് കഴിഞ്ഞിരിക്കുകയാണ്. 10 ക്വസ്റ്റ്യൻ ആയിരുന്നു, കഴിഞ്ഞു. ഇത് എങ്ങനെയുണ്ടായിരുന്നു? ഇത് കൊള്ളാം. സഞ്ജുവേട്ടനൊന്നും പറയുന്നില്ല, പറയൂ. കൊള്ളായിരുന്നു. റാപ്പിഡ് ഫയർ കുഴപ്പമില്ലാണ്ട് പോയല്ലേ? എന്നാലും നീ പ്രിപ്പയർഡ് അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയല്ലേ, ക്യാമറ റോൾ ചെയ്യാനൊന്നും പറഞ്ഞു പറയല്ലേ. ആകെപ്പാടെ എനിക്ക് ആകെ ഉള്ളത് കുറച്ച് വ്യൂവേഴ്സ് ആയിരിക്കും എനിക്ക്. അതോടെ പോകും. ഓക്കെ, ബാക്ക്. ഇപ്പൊ നേരത്തെ സഞ്ജുവേട്ടൻ പറഞ്ഞ പോലെ ഈ പണ്ട് കിട്ടിയിരുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, പത്രത്തിൽ നോക്കി ഏത് സിനിമകളാണ്, എന്തൊക്കെ പ്രോഗ്രാമാണ്. ഇപ്പൊ തിയേറ്ററിലാണെങ്കിലും ഓണം റിലീസ്, ഇപ്പം ലാലേട്ടന്റെ ഒരു സിനിമ, മമ്മൂക്കയുടെ ഒരു സിനിമ, അങ്ങനെ കുറച്ച് നമ്മൾ കാത്തിരുന്ന കുറച്ച് റിലീസസ് ഉണ്ടല്ലോ. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്ത് കൈൻഡ് എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഉള്ളത് ഈ ഒരു പ്രായത്തിലും? ഈ ഒരു ഡിജിറ്റൽ എറയാണല്ലോ ഇപ്പൊ. ഡിജിറ്റലി നമുക്ക് ഭയങ്കര ആക്ച്വലി നേരത്തെ അത്ര എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രധാന എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നല്ല വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കടലപ്രഥമനും കഴിക്കുക, സദ്യ കഴിക്കുക എന്നുള്ള. അല്ലാതെ നമുക്ക് ഇപ്പം വെബ് സീരീസ് ഇറങ്ങി, അത് ഭയങ്കര സന്തോഷമാണ്. ഓണ സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ARM ഇറങ്ങിയ ആ സമയത്ത് അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളായിരുന്നു. ആ സമയത്ത് തിയേറ്ററിൽ പോകുന്നതും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. ഒരുപാട് ആൾക്കാരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം, അത് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നത്. എപ്പോഴും ഈ ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവരും ഒരുമിച്ചുള്ള സമയത്ത് ആ ഒരു ദിവസം ഭയങ്കര റിലാക്സ്ഡ് ആണ്, വേറെ എവിടെയും പോകില്ല. അപ്പം അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. ബാക്കി എല്ലാവർക്കും ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും അതേപോലെ തന്നെയാണ്. കൂടുതൽ കണ്ടന്റ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ ഓണത്തിന് കിടിലം എത്ര റിലീസസ് ആണുള്ളത്, നമ്മുടെ സാധനമുണ്ട്. പക്ഷെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ പണ്ട് ഫുൾ ഡേ ടിവിയുടെ മുമ്പിൽ സ്പെൻഡ് ചെയ്യുന്നു. അതില്ല, ആ ഒരു സംഭവമില്ല. TV കാണല് വളരെ കുറവല്ലേ? ഫോണിലേക്ക് എന്തായിരുന്നു ശ്രീനാഥൻ? എന്തായിരിക്കും ആ എക്സൈറ്റ്മെന്റ്? എനിക്ക് കുറച്ചുകൂടെ എനിക്ക് പഴയതായിരിക്കും കുറച്ചുകൂടെ ഇഷ്ടം. കാര്യം അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഓണം സമയമായിരുന്നു. നരൻ, ചാന്ത് തൊട്ട് നമുക്കിടെ CBI, നേതറിയാൻ CBI, ബാലചന്ദ്രൻ കേസ്, അങ്ങനെ 4 നമ്മളെ ഒരു സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ പടം ഒരുമിച്ച് ഇറങ്ങി. നമ്മളിൽ ഏത് കാണും, നരൻ കണ്ട്, മറ്റേത് കണ്ട്, ഇത് കണ്ട്. അപ്പം ഇത് അന്ന് പോയി ടിക്കറ്റ് എടുത്ത് ഈ ടിക്കറ്റ് കിട്ടി ഇത് കണ്ട് ഓരോ ദിവസം നമുക്ക് ഓരോ പണിയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്തോഷം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പടങ്ങളെല്ലാം അടുപ്പിച്ച് ഒരു ദിവസം 3 പടമായിട്ട് കണ്ടു ഒരു ദിവസം. അപ്പൊ അങ്ങനെ പിന്നെ പണ്ട് ഒരു ഫാമിലി ആയിട്ട് ഒരു ഔട്ടിംഗ് എന്ന് പറയുന്നത് സിനിമ കാണാൻ പോകുന്നതായിരുന്നു. അവിടെ പോയി അവിടെ പോപ്കോൺ വാങ്ങിക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ സാധനങ്ങളൊക്കെ കിട്ടുന്നത് എന്തെങ്കിലും. അപ്പൊ അതൊക്കെ ഭയങ്കര എൻജോയ്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ മാറ്റിൽ അത്തം വീട്ടിൽ വരുന്നു. നമ്മുടെ ഇവിടെ മുംബൈയില് മലയാള സിനിമകൾ അന്ന് റിലീസില്ല, വൈഡ് റിലീസ് ഇല്ല. ഒറ്റൊരു തിയേറ്റർ ഉണ്ട്, സയൻല അറോറ എന്ന് പറഞ്ഞിട്ട്. അവിടെ മാത്രമാണ് മലയാള സിനിമ. അപ്പൊ ഈ ഓണ സമയമാകുമ്പോ ഓരോന്ന് ഇറങ്ങും, ആ സമയത്ത് ഇറങ്ങുന്ന. അപ്പൊ ഇതെങ്ങനെയാ മറ്റേ കാലത്ത് ഒരു ഷോ, ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഷോ ഉണ്ടോ, ഉച്ചയ്ക്ക് വേറെ സൂപ്പർ, ഈ ഒറ്റ തിയേറ്ററിൽ ഒറ്റ സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഈ ഫുൾ മലയാളികളാണ് അവിടെ. മുൻപിച്ചിട്ട് മറ്റേ ഒരു സദ്യയും കഴിച്ചിട്ട് ഈ തിയേറ്ററിൽ കയറാൻ നിൽക്കുന്ന ക്യൂ ആയിരിക്കും. ഇതാണ് ആക്ച്വലി എന്റെ ഏറ്റവും വിവിഡ് മെമ്മറി, ഓണത്തിന്റെ സിനിമയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള മെമ്മറി. ഇപ്പൊ നിരഞ്ജൻ ഓൾറെഡി അച്ഛൻ സിനിമയില് പണ്ട് തൊട്ടേ ഉണ്ട്, നിരഞ്ജന്റെ ചെറുപ്പം തൊട്ട് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ടൈമില് അച്ഛൻ 50 വർഷം സിനിമയില് വന്നിട്ട് അതന്നെ നിരഞ്ജന്റെ ചെറുപ്പം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനല്ല, മോൻ. ആ സമയം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. അപ്പൊ നിരഞ്ജന്റെ ചെറുപ്പകാലം ഓൾറെഡി സിനിമ ഇൻഡസ്ട്രിയിലും ഷൂട്ടിംഗ് സെറ്റിലും ഒക്കെ ആയിട്ടും ഒന്നും പോയിട്ടില്ല. വീട്ടിൽ തന്നെയാണ് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. ലൊക്കേഷൻ പോയത് കണ്ണെഴുതി പൊട്ടുന്നിട്ട് സിനിമയുടെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, അതെനിക്ക് ഓർമ്മയുണ്ട്. അല്ലാതെ ലൊക്കേഷൻ അങ്ങനെ പോയിട്ടില്ല. എപ്പോഴും വീട്ടിൽ തന്നെ, വീട്ടില് അമ്മയും ചേട്ടനും പിന്നെ അച്ഛനങ്ങനെ മറ്റേ ഹീറോ ആയിട്ട് അഭിനയിക്കാത്തതിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുണ്ട്. ഈ അച്ഛൻ മറ്റേ ഇങ്ങനെ
സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഒരു 5-6 ദിവസത്തിന്റെ ഒക്കെ ഷൂട്ടിംഗ് ഒക്കെ ഉള്ളൂ. അപ്പൊ അച്ഛൻ പോയിട്ട് വരും, അച്ഛൻ്റെ വീട്ടിൽ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന്റെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തൊരു ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? എല്ലാവരും പറയുന്ന സാധനം തന്നെയാണ് മിന്നാരത്തിലെ ഇത് കുറെ ഉണ്ട്. അക്കരെ എന്നൊരു മാനം, മിന്നാരം, പിന്നെ ബോയിങ് ബോയിങ്ങിലെ കഥാപാത്രം, ചിത്രത്തിലൊരു കഥാപാത്രം ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. കുറെ അതാണ് കുറെ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഇത് വെബ് സീരീസ് കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല അഭിപ്രായം. പക്ഷെ എന്നെ മാത്രം ഫോക്കസ് ചെയ്തല്ല അച്ഛൻ പറയുന്നത്, എല്ലാവരും. പക്ഷേ രാജേട്ടൻ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തിരുന്നു? ഞാൻ പറഞ്ഞു അറൗണ്ട് 93 ഷൂട്ട് ഡേയ്സ് ആണ്. ആണല്ലേ, 3 പടം ചെയ്യാൻ, ആ 3 പടമാണ് നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നതെന്ന് ആണ് പുള്ളി പറഞ്ഞത്. സത്യമാണ്. ഭയങ്കര എഫർട്ട്, അത് സമ്മതിക്കുന്നുണ്ട്. അത് അതിന്റെ കോർഡിനേഷൻ, ഇത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്തത്, ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. കാരണം അത് അത്രയ്ക്കധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, അത്രയ്ക്കധികം ആൾക്കാരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് അത്രയുണ്ട്, ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാൽചേസിന്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഇത് ബഡ്ജറ്റ് ചെയ്ത് എല്ലാം കൂടി വരുന്ന സമയത്ത് ഒരു സമയത്ത് ഇച്ചിരി ഇമ്പോസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഇതൊരു നമുക്കൊരു ഹൈ റേഞ്ച് വേണം, എയർപിൻ പോലത്തെ സ്പേസ് വേണം. അവിടെ ട്രാഫിക് ഉണ്ടെങ്കിൽ ഇടയിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് ഈ പാൽവണ്ടി ഓടിച്ചത് മൊത്തം ചെയ്യണം പരിപാടികൾ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രൊഡക്ഷൻ മാൻകൈൻഡ് സിനിമാസിന്റെ ഒരു EP ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നിതിൻ എന്ന് പറഞ്ഞു, പുള്ളിക്കാരൻ അറേഞ്ച് ചെയ്തത് ഇലവിഴ പൂഞ്ചിറയില് ഒരു റോഡ് അറേഞ്ച് ചെയ്ത് തന്നു. അവിടെ താങ്ക്ഫുള്ളി നമ്മള് 8 ദിവസം ഷെഡ്യൂൾ ചെയ്ത സാധനം നമ്മൾ 5 ദിവസത്തിൽ തീർത്തു. അവിടെ ഒട്ടും ട്രാഫിക് ഇല്ല, മൊത്തം നൈറ്റ് ഷൂട്ട് അടിച്ചിട്ട് ഇത് മൊത്തം ഇങ്ങനെ വീണ് കിട്ടിയതാണ്. ഇതൊക്കെ ഇങ്ങനെ കുറെ ലക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഷൂട്ടിന് ഓരോ ഷോട്ട് കൃഷാന്ത് ഒരു ബ്രീഫിംഗ് വരെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ്, അപ്പൊ ഒരു കൺഫ്യൂഷൻ എന്നുള്ള സംഭവം ഇല്ല. എല്ലാവർക്കും പാല് കൊടുക്കുക, എന്താണ് ചെയ്യുന്നത്. ഇപ്പം മറ്റ് ഇതിപ്പോ കോർപ്പറേറ്റ്സുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം കോർപ്പറേറ്റ്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട പ്രൊഫഷണൽ ആയിരിക്കണം. അവരുടെ പല സ്പെസിഫിക്കേഷൻസ്, അവർ ഡിമാൻഡ് ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്തിരിക്കണം. അത് റെക്കോർഡഡ് ആയിരിക്കണം, അത് നമ്മളെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ എപ്പോഴും നമ്മൾ മലയാള സിനിമ അത്രയ്ക്ക് പ്രാപ്തരല്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മെക്കാനിസം അങ്ങനെയല്ല. അത് ഭയങ്കരമായിട്ട് നമുക്ക് അതിലേക്ക് വരാൻ വേണ്ടി ഈ സീരീസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ സീരീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇങ്ങനെ അതായത് വെൽ സ്ട്രക്ചേർഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ്. നമ്മൾ ഇന്ന ദിവസങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ഡിസ്ക്രിപ്ഷനും വെച്ച് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എനിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ സമയങ്ങളിൽ എന്തൊക്കെയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അല്ലാതെ വെറും ഡേറ്റ്സ് മാത്രമല്ല, ആ ഡേറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്കിതെല്ലാം സംഭവിച്ചു. പക്ഷെ നമ്മൾ ആദ്യം ഈ സ്ക്രിപ്റ്റ് റീഡിങ് സെഷനിലും അല്ലെങ്കിൽ അത് അല്ലാത്ത മീറ്റിംഗ്സിലൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഇത് സമയം കൊണ്ട് തീരില്ല. കാരണം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് 2-3 ഷെഡ്യൂളായിട്ടും അങ്ങനെയൊക്കെയായിരുന്നു. പിന്നീട് ഇത് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ സമയമില്ലാതെ നമ്മൾ ചെയ്തു. പക്ഷെ അത് ഭയങ്കര രസകരമായിട്ട് ചെയ്തു. കാരണം ലൊക്കേഷൻസ് ആണെങ്കിൽ ഇപ്പം ഇവിടെ നമ്മൾ എറണാകുളത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പറവൂര്, കോതമംഗലം, പിന്നെ തേനി, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ മുംബൈ. അങ്ങനെ ഈ സമയം കൊണ്ട് തന്നെ ഇത്രയും ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ട്. ഇപ്പൊ കൃഷാന്ത് ഡയറക്ടർ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രൊമോഷന്റെ ടൈമിലൊക്കെയാണല്ലോ കണ്ടു നിങ്ങളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര ചാടി തുള്ളിയൊക്കെ എൻജോയ് ചെയ്ത് നടക്കാം. ആസ് എ ഡയറക്ടർ സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ്? അതല്ലേ ഇത് നമുക്ക് ഇത്രയും സന്തോഷത്തോടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു മെയിൻ റീസൺ അല്ലേ, പുള്ളി ഭയങ്കര ഇൻഹിബിഷൻ ഇല്ല. അതായത് എനിക്ക് തോന്നിയിട്ടുള്ള സംഭവമാണ്, എന്തെങ്കിലും പുതുത് ചെയ്യണമെങ്കിൽ, സംതിങ് ന്യൂ, സംതിങ് ഇന്നോവേറ്റീവ് ആയിട്ട് വരണമെങ്കിൽ the artist must be given a space to fail. നമ്മൾ തോൽക്കാൻ റെഡി ആയിട്ടുള്ള സാധനം, അതായത് ഞാനിപ്പോ ഒരു തമാശ പറയുന്നു, അത് പാടാൻ ഞാൻ റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. പറഞ്ഞാൽ മാത്രമേ അത് ചിലപ്പോൾ കേറുള്ളൂ. കൃഷാന്തിന്റെ ഫിലിം സെറ്റില് ഈ ഫെയിലിയറിനുള്ള സ്പേസ് ഉണ്ട്. സോ യു ക്യാൻ പിച്ച് എനിത്തിങ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ട്രക്ക് ഓടിച്ചുകൊണ്ടിരുന്ന ആ രംഗത്തില് നമ്മൾ ഏതോ ഒരു ടേക്കിൽ നിങ്ങൾ ചുമ്മാ പറഞ്ഞൊരു ഡയലോഗാണ്, ഞാൻ എവിടെ വരെ വരാൻ വേണ്ടിയല്ല എവിടെ വരെ വന്നത്. അതെ, അത് ഒരിക്കലും വരില്ല. അത് വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പറയാനുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഈവൻ ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ടു കീപ് ഇറ്റ്, അത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സാധനം ചെയ്യാനുള്ള സ്പേസും, നമുക്ക് ഒട്ടും ഫിയർ ഇല്ല. നമ്മൾ ഒട്ടും ഫിയർ എന്നുള്ളൊരു ഇമോഷൻ ഇല്ല നമുക്ക് ആ സെറ്റ്.
ഒരു ഭയങ്കര യുണീക്ക് സാധനമായിരുന്നു അവിടെ. സെക്യൂരിറ്റീസിലെ പുള്ളിക്ക് അതായത് പുള്ളി ഡയറക്ടറിന് പുള്ളി ഈ പറഞ്ഞ പുള്ളി ബെസ്റ്റ് എഡിറ്ററാണ്. സിനിമ പഠിച്ചിരുന്നത് സിനിമ പുള്ളി സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. ഈ ഇത് കഴിഞ്ഞ് വരുന്ന ഒരു സിനിമയിൽ പുള്ളി പ്രൊഡക്ഷൻ ഡിസൈനറാണ്, ആർട്ട് ഡയറക്ടറാണ്. ഇതിനു മുമ്പ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുരുഷപ്രയത്നകത്ത്. അപ്പം ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിനെ പറ്റി നല്ല ധാരണയാണ്, സൗണ്ടിനെ പറ്റി ഭയങ്കര കട്ട് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് സൗണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരു ഡിപ്പാർട്ട്മെന്റ്സിനകത്ത് വർക്ക് ചെയ്യുന്നവർക്കും പുള്ളി അങ്ങനെ വെറുതെ പറ്റിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല എന്നുള്ളത് പുള്ളിക്കും അറിയാം. ഇത് പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും ഇവിടെ ഇരുന്ന ഏറ്റവും പുള്ളിയുടെ ഫേവർ അതിനകത്തോട്ട് കൊണ്ടുവരാൻ എല്ലാത്തിനും സൊല്യൂഷൻസ് അവര് ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസും പുള്ളി പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു പ്രോസസ് ഉണ്ട്. ഒരു എറർ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിറക്ഷൻ ടീം ഇരുന്നിട്ട് എറർ ആന്റിസിപ്പേഷൻ ചെയ്യും. അതുപോലെ സാധനം ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ എന്തൊക്കെ തെറ്റ് പറ്റാം എന്നുള്ളത് മുൻകൂട്ടി കണ്ട്, അപ്പൊ ഇത് ഒരുപാട് ടൈമാണ് അങ്ങോട്ട് സേവ് ചെയ്യുന്നത് ഇതിനകത്ത്. വർക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്, വർക്ക് ചെയ്യാൻ സുഖമാണ്, നമുക്ക് ഹൈലി ഇന്നോവേറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ജോലി ചെയ്യുന്ന ഫീൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് നമ്മൾ ജോലി എന്ന് പറയും. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര അഭിനയം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, നമ്മൾ ഏതൊരു നമുക്ക് ഒരു 10 to 5 ജോബ് നമ്മൾ പറയും പോലെ അതുകൊണ്ടാണ് അഭിനയം നമുക്ക് അങ്ങനെ ഇല്ലാത്തത്. ഓരോന്നിനകത്ത് നമ്മൾ ഓരോ ക്യാരക്ടറാണ്, നമുക്ക് ഓരോ ദിവസം ഓരോ പരിപാടിയായിരിക്കും ചെയ്യാനുള്ളത്. കോമ്പറ്റീഷൻ വരുന്നില്ല എന്നുള്ളതാണ് എന്റെ കിക്ക്. ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഒരേപോലത്തെ പരിപാടി ചെയ്യുന്നതിലും ജീവിതത്തിൽ ഭയങ്കര പാടായിരിക്കും. നമ്മളത് ജോലിയായിട്ടല്ല കാണുന്നത്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും സന്തോഷമുള്ള കാര്യം. അതിന് പൈസയും കൂടി കിട്ടിയ സന്തോഷം. ഇപ്പം ശ്രീനാഥിന്റെ ഇപ്പൊ ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയിടത്ത് നിന്നും ഇതുവരെ ഉള്ള ഒരു ജേണി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാര്യം വേറെ എനിക്കിപ്പം വന്നെടുത്തുനിന്ന് മുമ്പോട്ടായിട്ടുള്ള ഒരു ജേണിയാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞ സിനിമകൾ കിട്ടി തുടങ്ങിയ സമയത്ത് ഇപ്പൊ നോൺസെൻസ് ആണെങ്കിലും കൃഷ്ണാന്തന്റെ പരിചയത്തിലാണെങ്കിലും സിനിമ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു നല്ല സുഹൃത്തിനെ കിട്ടി കൃഷ്ണാന്ത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്റെ ഒരു ഗ്രോത്തിൽ ഏറ്റവും വലിയൊരു ജേണിയുടെ പാട്ടാണ്. കാര്യം പുള്ളിയുടെ എല്ലാ സിനിമകളുടെയും ഭാഗമാകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആവാസവും പുരുഷപ്രേതം, 4 സിനിമ, ഇനി വരാൻ പോകുന്ന മസ്തിഷ്കമെന്നും ഇവനും രജിഷയും കൂടെ ലീഡ് അഭിനയിക്കുന്ന പരിപാടി. അപ്പൊ അതിനകത്ത് നമ്മളെല്ലാവരും ആ ടീം അതാണ്. ആ പുള്ളിയുടെ കൂടെ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് പിന്നെ ആ ജേണി മുമ്പോട്ട് പോകുന്നത്. ആ ജേണിയുടെ കൂടെ ഞാൻ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എന്റെ ഏറ്റവും വലിയ. അപ്പൊ കഴിഞ്ഞ ഒരു ഓണം വന്നപ്പോഴാണ് നമ്മൾ ബോസാൻഗോയ്ക്ക് ഇതുപോലെ ഇരുന്നത്. അന്ന് അത് തിയേറ്ററിൽ ഇറങ്ങി OTT വന്നില്ല. ഇന്നത് OTT ഇറങ്ങി തിയേറ്ററിൽ വരുന്നില്ല. അത്രേ ഉള്ളൂ. നാളെ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു അവസരം വീണ്ടും വരുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം. അതെ, ഉറപ്പായിട്ടും 2 വർഷം മുന്നത്തെ ഓണത്തിനായിരുന്നു. അതെ, എന്തായാലും അടിപൊളി. അപ്പൊ ഇപ്പം സ്ട്രീമിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരോട് എന്തായിരിക്കും പറയാനുള്ളത്? ഒരു ഇതുവരെ കണ്ടിട്ടുള്ള വെബ് സീരീസിൽ നിന്നും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ് അത്. റിവ്യൂ കഴിഞ്ഞപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിലെ മെയിൻ 4.5 ഗ്യാങ് എന്ന നിലയിൽ എന്തായിരിക്കും നിങ്ങൾ പ്രേക്ഷകരോട് പറയുന്നത്? എല്ലാവരും സോണി ലൈവിൽ തന്നെ കാണുക. മറ്റുള്ള പ്ലാറ്റ്ഫോംസിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോംസിൽ ഇത് കാണാണ്ടിരിക്കുക. എന്തെങ്കിലും ഈ ക്രാക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊന്നും കാണാണ്ട് ഇതിന്റെ ആ ഒരു എന്താണ് ആ ഒരു കിട്ടിയ ആ ഒരു ക്വാളിറ്റി തന്നെ സോണി ലെവലിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും കാണുന്ന പ്രേക്ഷകർക്കെല്ലാം ഒരു ഭയങ്കര വ്യത്യസ്തമായ, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഭയങ്കര എന്റർടൈനിങ്ങും എല്ലാ രീതിയിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരീസ് ആണ്. അപ്പം കണ്ട് തന്നെ അത് എൻജോയ് ചെയ്യുക. ബാക്കി ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓണമൊക്കെ അല്ലേ, അപ്പൊ എല്ലാവരോടും പറയാ ഞങ്ങൾ ഇത് ഇങ്ങനെ സീരീസ് ഉണ്ട് കാണണം. ഇപ്പം അത് അതർ സ്റ്റേറ്റ്സിലുള്ള ഫ്രണ്ട്സിനാണെങ്കിലും അവർക്ക് പറയാം. എനിക്ക് തോന്നുന്നു ഈ സീരീസിന്റെ പ്രത്യേകത ചെയ്യുന്ന നറേറ്റീവാണ്. നമ്മള് ഒരു 4-5 പേരുടെ കഥ, അവരൊരു ചേരിയിൽ നിന്ന് വരുന്നവർക്കൊരു റെസ്പെക്ട് കിട്ടണം, അതിന് പണം ഉണ്ടാക്കണം, അതിന് പേരുണ്ടാവണം. എങ്കിൽ അവർക്ക് നേരായ വഴിയിൽ കൂടി ചിലപ്പോൾ അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ സാഹചര്യങ്ങളെല്ലാം വളരെ അനുകൂലമല്ല. അവരുടെ വീട് അല്ലെങ്കിൽ നാട്, അവരുടെ പാരൻസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇവർ വളർന്നു വരാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് ഒരു ഗുണ്ടകളാവുക അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്. അതിലവർ പോകുന്നവരുടെ യാത്രയും, അത് നമ്മൾ ഈ ഒരു കഥ ചിലപ്പോൾ എല്ലാം കേട്ടിട്ടുണ്ടാക്കി, പക്ഷെ വേറൊരു തരത്തിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചില സീനുകൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരുപാട് കഥ
ഐ മീൻ ഇൻസ്റ്റൻസസ് ഉണ്ട്, കുറേ മൊമെന്റ്സ് ഉണ്ട് അങ്ങനത്തെ കുറേ രസകരമായ മൊമെന്റ്സ് ഉള്ള ഒരു സീരീസ് ആണത്. ഒരു 6 എപ്പിസോഡിൽ വരുന്ന, നമുക്ക് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന, എന്നാൽ എല്ലാ എന്റർടൈനിങ് ഫാക്ടേഴ്സും ഉള്ള. കാരണം 24 ട്രാക്ക് ഉണ്ട്, സൗണ്ട് ഐ മീൻ പാട്ടുകളുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ പലപ്പോഴായിട്ടും അത് പാട്ടായിട്ടും അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ സീരീസ് നോർമലി ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ പോകുന്ന ആക്ഷനുണ്ട്, ഹ്യൂമറുണ്ട്, ഇതെല്ലാം വരുന്ന ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സീരീസാണ്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യാൻ സാധ്യതയുള്ള, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണ്. അപ്പം അത് ഓണത്തിന് ഒരു ആഘോഷ പരിപാടിയായിട്ട് തന്നെ ഒരുപാട് തിയേറ്ററിലാണെങ്കിൽ ഒരുപാട് ആഘോഷ സിനിമകൾ ഇപ്രാവശ്യം വന്നു. അതുപോലെ തന്നെ വീട്ടിലേക്കും വരുന്ന ഒരു ആഘോഷ പരിപാടി നമ്മുടെ ആയിരിക്കും. അതെ, നമ്മുടെ നാലര സംഘം. അതെ. അപ്പൊ നാലര സംഘം എന്റെ കൂടെ ഇവിടെ നമ്മുടെ സിനിമാ പ്രാന്തന്റെ ഓണത്തിന്റെ ഒരു ഭാഗമായതിലും ഒരുപാട് സന്തോഷം. ഗെയിംസ് കുറച്ച് കഴിഞ്ഞ് പോയതുള്ളൂ, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പൊ കട്ട് ചെയ്ത് വരുമ്പോ ശരിയാക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. എന്റെ ഫസ്റ്റ് ഓണം ഷൂട്ടാണ്, ഓണം പ്രോഗ്രാം ആണിത്. അപ്പൊ അതിന്റെ ഭാഗമായതിൽ ഒരുപാട് താങ്ക്സ്. ഈ ഒരു വെബ് സീരീസ് ഒരുപാട് പ്രേക്ഷകരിലേക്ക് എത്തട്ടെ എന്നും ആശംസിക്കുന്നു. പ്രേക്ഷകർക്കും എന്റെ ഓണാശംസകൾ. കാരണം എന്റെ സിനിമ ഞാൻ പറയാറുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അർത്ഥമുണ്ട് സിനിമ പ്രാന്തനോട്. കാരണം ഞാൻ സിനിമയിൽ വന്ന സമയം മുതൽ നമ്മൾ ഓക്കെ ആരെങ്കിലും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. നല്ലൊരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഈ സിനിമാ പ്രാന്തൻ. അന്ന് സിനിമാ പ്രാന്തനായിട്ട് തന്നെ നമ്മളെ അറിയുന്ന സിനിമാ പ്രാന്തം തന്നെയാണ്. നമ്മൾ അത്രയും അപ്രീഷിയേറ്റ് ചെയ്യുകയും നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ജേർണിയിൽ ഭയങ്കര എപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് സിനിമാ പ്രാന്തൻ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. എന്റെ വകയും സിനിമാ പ്രാന്തന്റെ വകയും നാലര സംഘത്തിന്റെ ഫുൾ ടീമിന് ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്.